വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇതുവരെ നിങ്ങൾ എൻ്റെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളായിരുന്നു അല്ലേ? ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ്. അതായത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ചാപ്റ്ററും നമ്മൾ നോട്ടിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ കാണാത്തവർ, കാരണം നമ്മുടെ ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ടെസ്റ്റിൻ്റെ മൊത്തം 12 ചാപ്റ്റർ കുഞ്ഞുങ്ങളെ. ആ 12 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോഷ്യൽ സയൻസ് മാത്രമല്ല കുഞ്ഞുങ്ങളെ, ബേസിക് സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇംഗ്ലീഷ്, മലയാളം ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർക്കറിയാം എന്താ ഈ പാഠങ്ങളെല്ലാം ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോ വിഷയത്തിൻ്റെയും ഇടുന്നുണ്ട്. അപ്പം പിന്നെന്താ സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം ഒന്ന് കാണിച്ചേക്കാവുന്നു കേട്ടോ. നിങ്ങൾ തമ്പനിയിലല്ല എന്നെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ മാത്സിനകത്തിലൊക്കെ ചിലത് ഇടുന്നുണ്ട്. എന്നാലും അത് മാത്സ് എൻ്റെ ചാനൽ കാണാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ സയൻസ് മാത്രമേ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ് ഇത്. ഞാൻ എൻ്റെ മിനിമം 100 ക്വസ്റ്റ്യനാണോ നിങ്ങളെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, 1 മാർക്കിൻ്റെ കേട്ടോ. 1 മുതൽ 12 വരെയുള്ള ചാപ്റ്ററിനകത്തിലെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിൽ പുറമെ വേറെ ഒരു 100 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഈ 100 എന്ന് പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങളെയും കൊണ്ട് എത്ര പഠിക്കാൻ പറ്റും അത്രയും പഠിക്കുക കേട്ടോ. ഞാനിപ്പോൾ 100 തന്നു 200 തന്നു എന്ന് കരുതി നിങ്ങളത് പഠിക്കണമെന്നില്ല. നിങ്ങളെയും കൊണ്ട് എത്ര പഠിക്കാൻ പറ്റും കേട്ടോ, അത് നിങ്ങൾ പഠിക്കുക. മനസ്സിലായോ? അപ്പം ഇതൊന്ന് കണ്ടു പറയണമെന്ന് വിചാരിച്ചാൽ നിങ്ങളെ. അപ്പം എല്ലാവരും വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കണം. ഇനി നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മാത്രമല്ല നിങ്ങളെ, എല്ലാ വിഷയങ്ങളും നല്ലതുപോലെ വൃത്തിയായിട്ട് ഇരുന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കണ്ടുവന്ന് പറഞ്ഞത്. നമ്മൾ 5ാം ക്ലാസ്സിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവരുണ്ട്. 5, 6, 7, 8ൻ്റെ സയൻസും സോഷ്യലും എല്ലാ നോട്ടുകളും കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിനകത്തിൽ പറയണം. ഏതെങ്കിലും ചാപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കുഞ്ഞുങ്ങൾ. എങ്കിലെല്ലാം ഞാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഏത് പാഠമാണ് വേണ്ടുന്നത്, ഏത് ചാപ്റ്ററാണ് കേട്ടോ. അപ്പം ഞാൻ അതായത് നമുക്ക് 12 ചാപ്റ്റർ ഉണ്ട്. 12 ചാപ്റ്ററിൽ നിന്നും ഒരുവിധമുള്ള എല്ലാ 1 വേർഡ് ക്വസ്റ്റ്യൻസുകളും എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എത്രയും പഠിക്കാൻ പറ്റും അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഇത് ഇത്രയും കണ്ടു എന്ന് കരുതി ഞങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ വയ്യ എന്ന് പറയണ്ട. നിങ്ങൾക്ക് എത്രയും പറ്റും അത്രയും വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ വർഷത്തെ ക്ലാസ് കഴിയുകയാണ്. നിങ്ങൾ എൻ്റെ കമൻറ്റും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം. ഇനി ഞാൻ വീഡിയോ ഓരോന്നും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഓക്കെ നിങ്ങളെ, എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ക്ലാസ് കണ്ട് എഴുതിയെടുക്കാൻ മടിയുള്ളവർ കണ്ടായാലും അങ്ങ് പഠിക്കണം കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ അതിലെഴുതും, മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് അങ്ങ് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ഓക്കെ, തുടങ്ങാം കുഞ്ഞുങ്ങളെ. 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് വേണ്ടുന്ന 1 മുതൽ 12 വരെയുള്ള ചാപ്റ്ററിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഞാൻ എളുപ്പം വായിച്ചങ്ങ് പോവും. നിങ്ങൾ പതുക്കെ എന്ത് ചെയ്യണം, കാരണം ഇത് മൊത്തവും ഞാൻ വായിച്ച് നിങ്ങളെ അറിയിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ട്. നിങ്ങൾ സാവധാനം എഴുതിയെടുക്കുക. പിന്നെ ഞാൻ ഈ വായിക്കുന്നതെന്ന് വെച്ചാൽ ഇതങ്ങ് ഫോട്ടോ ഇട്ട് തന്നാൽ പോരായോ, PDF തന്നാൽ മതിയോ എന്നൊക്കെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ. അത് ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ PDF ഇതാ ഞങ്ങളങ്ങ്. പക്ഷേ ഓരോ വാക്കുകളും ചില കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ ഈ വായിച്ചും കൂടി തരുന്നത്. മിക്ക രക്ഷകർത്താക്കളുടെയും കമൻറ്റ് ഞാൻ കാണുന്നുണ്ട്, ഇതിൻ്റെ ഒരു PDF ഇട്ടതാ. ടെസ്റ്റിൻ്റെ എന്ത് നോട്ട് അങ്ങോട്ട് ഇട്ട് ഞാൻ എഴുതി തന്നാലും പറയും ഇതിൻ്റെ PDF ഇതാ. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നാമത് ഈ രക്ഷകർത്താക്കൾ ആരും വാക്കുകൾ കറക്റ്റായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. മനസ്സിലായോ? കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഇച്ചിരി ഇതിനകത്തിലൊക്കെ ഇച്ചിരി കട്ടിയുള്ള വാക്കുകളുണ്ട്. ഞാനത് വായിച്ചു തരുന്നത് അത് അവർ കേട്ടുകൂടി പഠിക്കട്ടെ എന്ന് കരുതിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ സാവധാനം ഇത് എഴുതിയെടുക്കുക. ഞാനിത് സ്പീഡിൽ വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. വ്യക്തമായിട്ട് കേട്ട് എഴുതിയെടുക്കുക. നോക്കൂ നിങ്ങളെ. വിച്ച് ഓഷൻസ് കണ്ടെയ്ൻസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് നോൺ ആസ് ദ ജാവ ട്രഞ്ച്? ജാവ ട്രഞ്ച് എന്നറിയപ്പെടുന്ന ഏറ്റവും ആഴമേറിയ ഭാഗം ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ സമുദ്രം. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇവാപൊറേഷൻസ് ഇൻ ദ വാട്ടർ സൈക്കിൾ? ജലചക്രത്തിൽ ബാഷ്പീകരണത്തിന് വിപരീതമായ പ്രക്രിയ ഏതാണ്? കണ്ടൻസേഷൻ, സാന്ദ്രീകരണം. ഈവനിങ് മാർക്കറ്റിന് എല്ലാ ചാപ്റ്ററും ഉൾക്കൊള്ളിച്ചുകൊണ്ടായതുകൊണ്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആട്ടോ. ഈവനിങ് മാർക്കറ്റിന് നമ്മൾ അന്തിച്ചന്ത അല്ലേ, അതിനെന്താ പറഞ്ഞത്? അല്ലാലാവണം. സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ. ഇനി ഡേ ടൈം മാർക്കറ്റ്, പകൽ ചന്തയുണ്ട്, അതിനെ നാലങ്ങാടി എന്നാ പറയുന്നത്
പറഞ്ഞത് കേട്ടോ. നാളങ്ങാടി എന്നാണ്, നാലങ്ങാടി എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. 3 ഓക്കെ. എന്താണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ്? ഒരു രാഷ്ട്രത്തിലെ ഗവൺമെന്റിന്റെ സംഘാടനത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ, തത്വങ്ങൾ, വ്യവസ്ഥകൾ എന്നിവ അടങ്ങിയ ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ എന്താണ്? എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഒതന്റിക് ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫണ്ടമെന്റൽ ലോസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് നീഡഡ് ഫോർ ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ഇൻ എ കൺട്രി. എന്താണ് ഇവാപൊറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്നാൽ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു ഗേഷ്യസ് ഫോം വിത്ത് എ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. ഒരു ദ്രാവകം താപത്തിന്റെ സഹായത്താൽ വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഇവാപൊറേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം എന്ന് പറയുന്നത്. ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസം ഷിൻഡോയിസം ഈസ് ദ ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് ഇൻ ജപ്പാൻ. ഷിൻഡോയിസം ആണ് ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസം, ഷിൻഡോയിസം. എന്താണ് ഫ്രഞ്ച് റവല്യൂഷൻസ്? ഇറ്റ് ഈസ് ഇൻ 1789. ആ നമ്പർ പഠിക്കാൻ എളുപ്പമാവും നിങ്ങളെ. 1789 കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ദാറ്റ് ദ പീപ്പിൾസ് ഓഫ് ഫ്രാൻസ് റിവോൾട്ട് ഇൻ റേസ് ഇൻ ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേർണിറ്റി. ഫ്രഞ്ച് വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത 1789 നടത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഭരണഘടനാ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. Who was the first to discuss the constitutions and constitutionalism? ആരാണ്? അരിസ്റ്റോട്ടിൽ. വേൾഡ് ഓഷൻ ഡേ, ലോക സമുദ്ര ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 8. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക ഓഷൻ ഡേ അല്ലെങ്കിൽ ലോക സമുദ്ര ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 8. അതുപോലെ ബേ എന്നാൽ എന്താണ്? ബേ മീൻസ് ഉൾക്കടൽ. എ ബേ ഈസ് എ പാർട്ട് ഓഫ് ദ ഓഷൻസ് ദാറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു ദ ലാൻഡ്. അതായത് എക്സാമ്പിൾ ബേ ഓഫ് ബംഗാൾ. കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗമാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. ഉദാഹരണം ബംഗാൾ ഉൾക്കടൽ. ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷൻ ഏതാണ്? ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമേത്? പസഫിക് ഓഷൻ. പസഫിക് സമുദ്രം. സെക്കൻഡ് ലാർജസ്റ്റ് ഓഷൻ ഏതാണ്? അറ്റ്ലാന്റിക് ഓഷൻ ആണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് അറ്റ്ലാന്റിക് ഓഷൻ ആണ്. ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ സമുദ്രമാണ്. എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്നാൽ? ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായിട്ട് ചർച്ച നടത്തുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. Cabinet mission was a 3-member committee appointed by the British to discuss with the Indian leaders regarding the transfer of power to India. ഇത് ഞാൻ സ്പീഡിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമുക്കെല്ലാം നോക്കേണ്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് പെതുക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ ബേസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. മെസോപ്പൊട്ടോമിയൻ ഉപയോഗിച്ച് എഴുത്ത് സംവിധാനം ഏതാണ്? മെസോപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ച എഴുത്ത് സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂണിഫോം. റൈറ്റിംഗ് സിസ്റ്റം വാസ് യൂസ്ഡ് ഇൻ മെസോപ്പൊട്ടോമിയ. ക്യൂണിഫോം. ഹാരപ്പൻ സംസ്കാര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? വാട്ട് വാസ് ദ ലാർജസ്റ്റ് സിറ്റി ഡ്യൂറിംഗ് ദ ഹാരപ്പൻ സിവിലൈസേഷൻസ് പീരീഡ്? മോഹൻജിദാരോ കേട്ടോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന നഗരം കെയ്റോ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ പ്രധാന നഗരം കെയ്റോ ആണ് കുഞ്ഞിലെ. വാട്ട് വാസ് ദ മെയിൻ സിറ്റി ഇൻ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ? കെയ്റോ. ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഫറവോ. What name were the kings of Egypt known as? എന്താ? ഫറവോ. സ്പെല്ലിംഗ് നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരുന്നു? ഹാരപ്പൻ ജനതയുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. വാട്ട് വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ? അഗ്രികൾച്ചർ ആയിരുന്നു. വാട്ട് വാസ് ദ മീനിങ് ഓഫ് ദ വേർഡ് മെസോപ്പൊട്ടോമിയ? എന്താണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം? നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ് കേട്ടോ. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം നദികൾക്കിടയിലെ പ്രദേശം എന്നാണ്. ഏത് പുരാതന സംസ്കാരത്തിലെ എഴുത്ത് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നത്? ഈജിപ്ഷ്യൻ. വിച്ച് ആൻഷ്യന്റ് സിവിലൈസേഷൻ സ്ക്രിപ്റ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫ്? ആ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ. ഹൈ എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ ആണ് കേട്ടോ. ഇനി ശിലായുഗത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ. ശിലായുഗം 3 എണ്ണമാണ്. പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം.
നോക്കൂ നിങ്ങൾ, ഇവിടെ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത്, കൃഷി തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. നമ്മളിത് 1ഉം 2ഉം പാഠത്തിലൊക്കെ നല്ലപോലെ പഠിച്ചത്, ആ പ്രധാനപ്പെട്ടത് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ശിലായുഗം 3 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ കൃഷി തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ് കേട്ടോ. അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് നിയോലിത്തിക് ഏജിൽ. ദ ഫുൾ ഫോം ഓഫ് സി ആൻഡ് ബി സി ഇ. സി എന്ന് വെച്ച് കോമൺ എറ അല്ലേ, സി ഇ കോമൺ എറ എന്ന് വെച്ചാൽ പുതുവർഷം അല്ലെ. ബി സി എന്ന് വെച്ചാൽ ബിഫോർ കോമൺ എറ, പുതുവർഷത്തിന് മുമ്പ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ 2 പ്രധാന കേന്ദ്രങ്ങൾ. നെയിം ദ 2 മെയിൻ സെന്റേഴ്സ് ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. മോഹൻജൊദാരോവും ഹാരപ്പയുമാണ് കേട്ടോ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ 2 പ്രധാന കേന്ദ്രങ്ങൾ മോഹൻജൊദാരോവും ഹാരപ്പയുമാണ്. 4 കാലിൽ നടത്തം ഏത്, നമ്മൾ ഓർമ്മയുണ്ടോ അതിന്റെ പടം വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോമിനോയിഡുകളാണ് കേട്ടോ. നിവർന്നു നിൽക്കുന്ന മനുഷ്യന് ഹോമോ ഇറക്റ്റുമാണ്. നിങ്ങൾ ആ പടം നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണേ. 4 കാലിൽ നടത്തം, ഈ കുരങ്ങും അങ്ങനെ പശുവൊക്കെ 4 കാലിലല്ലേ നടക്കുന്നത് അല്ലേ. 4 കാലിൽ നടത്തം ഹോമിനോയിഡുകളാണ് അല്ലേ. നിവർന്നു നിൽക്കുന്ന നമ്മളൊക്കെ ഹോമോ ഇറക്റ്റ് ആണ്. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതീരത്തായിരുന്നു? ഹൊയാങ്ഹോ. ചൈനയാകുമ്പോ ഹൊയാങ്ഹോ ഒക്കെ വരും അല്ലേ. ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഏതാ നിങ്ങളെ? ഹൊയാങ്ഹോ. ദ ചൈനീസ് സിവിലൈസേഷൻ ഓർഗനൈസ്ഡ് ഓൺ ദ ബാങ്ക് ഓഫ് ദി റിവർ. ഏതാണ്? ഹുയാങ്ഹോ കേട്ടോ. വലിയ കുളം ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ്? ഗ്രേറ്റ് ബാത്ത്. വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് ഈസ് പാർട്ട് ഓഫ് വിച്ച് സിവിലൈസേഷൻസ്? ഏതാ? ഹാരപ്പൻ അല്ലേ. അതെ. വാട്ട് വേർ ദ 2 മെയിൻ സിറ്റി സ്റ്റേറ്റ് ഇൻ ഗ്രീസ്? ഗ്രീസിലെ 2 പ്രധാന നഗര രാഷ്ട്രങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ സ്പീഡിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പോകരുത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം പറയാൻ വേണ്ടിയാണ് സ്പീഡ് കൂട്ടി പോകുന്നത്. നിങ്ങൾ പോസ് ചെയ്ത് പിതുക്കെ ഇട്ട് സാവധാനം പഠിച്ചു പോവുക കേട്ടോ. മനസ്സിലാക്കണേ, സാവധാനേ നിങ്ങൾ പോകാവൂ. ഗ്രീസിലെ 2 പ്രധാന നഗര രാഷ്ട്രങ്ങളാവും നിങ്ങൾ ഏതൻസും സ്പാർട്ടയും. ഓർമ്മയുണ്ടോ? അതൊക്കെ പഠിച്ചേ. വാട്ട് വാസ് ദ 2 മെയിൻ ഫിലോസഫീസ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ? പ്രാചീന ഇന്ത്യയിലെ 2 പ്രധാന ദർശനങ്ങൾ, ഫിലോസഫീസ് ഏതൊക്കെയാണ്? പ്രാചീന ഇന്ത്യയിലെ 2 പ്രധാന ദർശനങ്ങൾ എന്നാണ് ജൈനമതവും ബുദ്ധമതവുമാണ് കേട്ടോ. ജൈനിസവും ബുദ്ധിസവും. പ്ലേറ്റോയുടെ പ്രധാന കൃതി ഏതാണ്? റിപ്പബ്ലിക്. ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിനകത്ത് കുറേ പേരെ കുറിച്ച് കുറേ കൃതികൾ പഠിക്കുന്നുണ്ട് അല്ലേ. പ്ലേറ്റോസിന്റെ മെയിൻ വർക്ക് റിപ്പബ്ലിക് ആവും നിങ്ങളെ. പൊളിറ്റിക്സ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ് കേട്ടോ. ഹു ഈസ് ദ ഓതർ ഓഫ് ദ പൊളിറ്റിക്സ്? അരിസ്റ്റോട്ടിൽ കേട്ടോ. വാട്ട് വാസ് ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് മഗധ? അത് മഗധയുടെ ആദ്യ തലസ്ഥാനമാണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം രാജ്ഗിർ ആണ്. RAJGIR, രാജ്ഗിർ കേട്ടോ. 34. ഓക്കെ. 35. ഹു ഫൗണ്ടഡ് ദ അക്കാഡമി, എ സെന്റർ ഓഫ് ലേണിംഗ്? അക്കാഡമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരാണ്? പ്ലേറ്റോ ആണ്. നമ്മൾ കുറെ പേരെ പഠിച്ച ഏതാ? പ്ലേറ്റോയുടെ പ്രധാന കൃതി റിപ്പബ്ലിക്കാണ്. പൊളിറ്റിക്സ് എന്ന കൃതി രചിച്ചത് അരിസ്റ്റോട്ടിലാണ് കേട്ടോ. അക്കാഡമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് പ്ലേറ്റോ ആണ്. ഹു വാസ് ദ മെയിൻ ഡിസിപ്പിൾ ഓഫ് സോക്രട്ടീസ് അല്ലേ. സോക്രട്ടീസിന്റെ പ്രധാന ശിഷ്യൻ ആരായിരുന്നു? പ്ലേറ്റോ ആയിരുന്നു. ഹു ഫൗണ്ടഡ് ദ മൗര്യൻ എംപയർ? മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ചന്ദ്രഗുപ്ത കേട്ടോ. ഒരു തുണ്ട് ഭൂമി എന്ന് അർത്ഥം വരുന്ന ഏത് ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉത്ഭവിച്ചത്? ഒരു തുണ്ട് ഭൂമി എന്ന അർത്ഥം വരുന്ന ഏത് ജർമ്മൻ വാക്കിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം ഉത്ഭവിച്ചത്? ഫ്യൂഡ് കേട്ടോ. ഫ്യൂഡ്. വാട്ട് ഈസ് ദ 0 ഡിഗ്രി സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് കാൾഡ്? 0 ഡിഗ്രി അക്ഷാംശ വൃത്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭൂമധ്യരേഖ, ഇക്വേറ്റർ. ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഏതാണ്? വിച്ച് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇൻ ദ ലോങ്സ്റ്റ്? ഏതാ നിങ്ങളെ? ഭൂമധ്യരേഖ, അതും ഇക്വേറ്റർ ആണ്. 90 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ ആസ്? 90 ഡിഗ്രി ദക്ഷിണ അക്ഷാംശ രേഖയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 90 ഡിഗ്രി ദക്ഷിണ ധ്രുവം കേട്ടോ. സൗത്ത് പോൾ ആണ്, തിരിഞ്ഞു പോകല്ലേ. ജിസ് സ്റ്റാൻഡ്സ് ഫോർ ജിസ്, JIS, ജിസ്, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഭൂവിവര സംവിധാനം. ജിസ് എന്നതിന്റെ അർത്ഥം എന്താവും നിങ്ങളെ? ഭൂവിവര സംവിധാനം, ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ആർ നോൺ ആസ്? എന്താണ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്? ആ നീളമുള്ള ലോഞ്ചിറ്റ്യൂഡിന്റെ വരെ മെറീഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് കേട്ടോ. അത് ഒരു മാർക്കിന് ചോദിക്കാം, മെറീഡിയൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡ് കേട്ടോ. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ എന്താ പറയുന്നത്? 0 ഡിഗ്രി അക്ഷാംശ രേഖയെ ഇക്വേറ്റർ എന്നാണെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയെ എന്താണ് പറയുന്നത്? പ്രൈം മെറീഡിയൻ എന്നാണ് കേട്ടോ. പ്രൈം മെറീഡിയൻ. 0 ഡിഗ്രി ലൈൻ ലോഞ്ചിറ്റ്യൂഡിനെ എന്താ നിങ്ങൾ പറയുന്നത്? പ്രൈം മെറീഡിയൻ. തിരിഞ്ഞു പോകല്ലേ. 0 ഡിഗ്രി അക്ഷാംശ രേഖ എന്താണ്? 0 ഡിഗ്രി രേഖാംശ രേഖ എന്താണ് കേട്ടോ. അത് നമ്മൾ മേലിൽ തപ്പോട്ട് ഇപ്പൊ പറഞ്ഞതാണ്. 0 ഡിഗ്രി ലൈൻ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ പ്രൈം മെറീഡിയൻ. എന്താണ് ജിയോയിഡ്?
ജിയോയിഡ്. ദ എർത്ത് യുണീക് ഷേപ്പ് സ്ലൈറ്റ്ലി ഫ്ലാറ്റേൺഡ് അറ്റ് ദ പോൾസ് ആൻഡ് ബൾജിഡ് ഇൻ ദ മിഡിൽ ഈസ് കാൾഡ്. ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞാൽ ധ്രുവങ്ങളിൽ അല്പം പരന്നതും, നമ്മുടെ ഭൂമിയുടെ അവസ്ഥ അല്പം പരന്നതും മധ്യഭാഗത്ത് വീർത്തതുമായ ഭൂമിയുടെ തനതായ ആകൃതിയാണ് നമ്മൾ ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് കേട്ടല്ലോ. 45, 46. ഇനി നമ്മൾ കുറെ സംസ്കാരം പഠിച്ചായിരുന്നു അല്ലേ? സംസ്കാരം ഓർമ്മയുണ്ടോ? കൾച്ചർ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാവും നിങ്ങളെ ഹൈറോഗ്ലിഫിക്സ് വരുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ് ഹൈറോഗ്ലിഫിക്സ് വരുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിലാണ് വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് കേട്ടോ. ഹാരപ്പൻ സംസ്കാരം, ഗ്രേറ്റ് ബാത്ത്. ചൈനീസ് സംസ്കാരത്തിലാണ് ചൈന, ഹൊയാങ് ഹോ ഓർമ്മയുണ്ടോ? ഹുയാങ് ഹോ. മെസോപ്പൊട്ടോമിയയിലാണ് ക്യൂണിഫോം ലിപി വരുന്നത്. ഈ സംസ്കാരം 4 ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഈ 4 എണ്ണത്തിലും എന്തൊക്കെയാ വരുന്നതെന്ന് കേട്ടോ. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിന്റെ പേരെന്താണ്? ഡിസ്കവറി ഓഫ് ഇന്ത്യ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് ജവഹർലാൽ നെഹ്റു ദാറ്റ് ഡിസ്ക്രൈബ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? കേട്ടോ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്ക്രൈബ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ കേട്ടോ. വാട്ട് ഈസ് ദ ടേംസ് ഫോർ ടാഞ്ചിബിൾ കോമ്പോണൻസ് ഓഫ് കൾച്ചർ ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിങ്? ഭക്ഷണവും വസ്ത്രങ്ങളും പോലുള്ള സംസ്കാരത്തിന്റെ അമൂർത്തമായ ഘടകങ്ങളെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഭൗതിക സംസ്കാരം കേട്ടോ. മെറ്റീരിയൽ കൾച്ചർ എന്നാൽ എന്തെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. മെറ്റീരിയൽ കൾച്ചർ ഒരു സംസ്കാരത്തിന്റെ തനതായ വശങ്ങൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് വ്യാപിക്കുന്നതിനെ എന്താണ് വിളിക്കുന്നത്? സാംസ്കാരിക വ്യാപനം കേട്ടോ. കൾച്ചറൽ ഡിഫ്യൂഷൻ. What was the spread of unique aspects of one culture into another? കൾച്ചറൽ ഡിഫ്യൂഷൻ ആട്ടോ. DI ആണ് ഡിഫ്യൂഷൻസ്. മിലേ സുർ മേര തുമാര എന്ന് പറയുന്നൊരു പാട്ടുണ്ട് അല്ലേ? മിലേ സുർ മേര എന്ന ഗാനം ഊന്നി പറയുന്നത് എന്താണ്? നാനാത്വത്തിൽ ഏകത്വം എന്നാണ് കേട്ടോ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ദ സോങ്സ്? മിലേ സുർ മേര എന്ന് പറയുന്ന ആ ഗാനം എന്താണ് നിങ്ങളെ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? എന്താണ് ഉൽപാദനം എന്നാൽ? പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ബൈ പീപ്പിൾ. ഉൽപാദനം എന്നാൽ എന്താണ്? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയ. നിങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ട്രേഡ്? നമ്മൾ പ്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ട്രേഡും പഠിക്കണം അല്ലേ? ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ എ റിവാർഡ്. വ്യാപാരം എന്നാൽ എന്താണ്? പ്രതിഫലനത്തിനായി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി? സാമ്പത്തിക പ്രവർത്തനം എന്നാൽ എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം അല്ലെ? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. തൊഴിൽ എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? തൊഴിൽ നമ്മൾ ജോലി ചെയ്യത്തില്ലേ? ഓരോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യത്തില്ലേ? ജോലിക്ക് എന്താ നിങ്ങളെ പ്രതിഫലം? എന്താ? കൂലിയാണ് അല്ലേ? വേജസ്. അതായത് റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് നോൺ ആസ് എ ലേബർ അല്ലേ? എന്താ? വേജസ് ആണ്. വാട്ട് ഈസ് ദ പ്രൈമറി സെക്ടർ ആൾസോ നോൺ ആസ്? പ്രൈമറി സെക്ടറിനെ അല്ലെ പ്രാഥമിക മേഖലയെ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടും? കാർഷിക മേഖല എന്നറിയപ്പെടും കേട്ടോ. അഗ്രികൾച്ചർ സെക്ടർ. പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ കാൾഡ്? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ ഉൽപാദനം എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ മുമ്പ് പഠിച്ചല്ലേ ഉൽപാദനം എന്നാൽ എന്തെന്ന്? തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കാം കേട്ടോ. അടുത്ത മൂലധനം എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? മൂലധനം ക്യാപിറ്റൽ ആണ്. വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ്? ക്യാപിറ്റൽ. എന്താ നിങ്ങളെ? ക്യാപിറ്റൽ മീൻസ് മൂലധനമാണ്. മൂലധനം എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം പലിശയാണ് കേട്ടോ, ഇൻട്രസ്റ്റ്. അടുത്ത വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ് ഡാഷ്? What are the activities that generate income called economic activities? വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ എന്താണ് വിളിക്കുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 58 എണ്ണമായ. അടുത്ത 59ാമത്തെ. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സി. വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ? യാങ്സി. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? ഏഷ്യ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ആഫ്രിക്ക? കിളിമഞ്ചാരോ. ഓർമ്മയുണ്ടോ ഇതൊക്കെ പഠിച്ചത്? കിളിമഞ്ചാരോ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതും ഏഷ്യയിലാണ്. വിച്ച് കോണ്ടിനെന്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ്? ഏഷ്യ. കങ്കാരുക്കൾ കാണപ്പെടുന്ന
ഭൂഖണ്ഡം? ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കുഞ്ഞുങ്ങളെ. കങ്കാരുവിനെ കാണപ്പെടുന്ന ഏത് ഭൂഖണ്ഡത്തിലാണ്? ഓസ്ട്രേലിയയിലാണ്. ഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്താണ്? കോണ്ടിനെന്റ് എന്നാൽ എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗമാണ് ഭൂഖണ്ഡങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഗിവ് ആൻ എക്സാമ്പിൾസ് ഓഫ് ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ സാവന്ന പുൽമേടുകളാണ് കേട്ടോ. സാവന്ന ഗ്രാസ് ലാൻഡ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ പഠിക്കുന്ന ഓരോന്നും മറന്നുപോകലെ. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകളാണ് സാവന്ന പുൽമേടുകൾ. എന്നാൽ വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളെ പ്രയറീസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഓഫ് നോർത്ത് അമേരിക്ക നോൺ ആസ് പ്രയറീസ്? സ്പെല്ലിംഗ് ഒക്കെ നോക്കിക്കോണേ. ഹോമോ ടു എഗ് ലേയിങ് മമൽസ് എന്ന് വെച്ചാൽ മുട്ടയിടുന്ന സസ്തനിയുടെ ആവാസ കേന്ദ്രം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയ. വേൾഡ് ലാർജസ്റ്റ് ഹോട്ട് ഡിസേർട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണഭൂമി എന്നറിയപ്പെടുന്നത് സഹാറയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണഭൂമി സഹാറയാണ്. ഫിയോഡുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കും ഒരു മാർക്കിന്. പ്രസൻസ് ഓഫ് ഫിജോഡ് എന്ന് വേണേ ജെ ഉണ്ട് കേട്ടോ. അവിടെ ജെ സൈലന്റ് ആണ്. മലയാളത്തിൽ നമ്മൾ ഫിയോഡുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ ജെ എവിടെ ഉണ്ടോന്ന് ഓർത്തോണേ. ഇവിടാണ് യൂറോപ്പാണ് കേട്ടോ. 69 എണ്ണമായിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. മൂവേന്തർ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാ? മൂവേന്തർ ആരൊക്കെയാണ്? അതിന്റെ തലസ്ഥാനം ഏതാണ്? ചേര, ചോള, പാണ്ഡ്യ കേട്ടോ. ചേരറ്, ചോളറ്, പാണ്ഡ്യർ, വഞ്ചി, ഉറയൂർ, മധുരൈ. ഇത് തിരിച്ച് മറിച്ച് വിട്ടു തരും കേട്ടോ. അത് ഓർഡറിൽ തന്നെ പഠിക്കണം. ചേര എന്ന് വെച്ചാൽ വഞ്ചി ക്യാപിറ്റലാണ്. ചോളയുടെ ഉറയൂർ, പാണ്ഡ്യയുടെ മധുരൈ. ജനങ്ങളുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘം സാഹിത്യകൃതി ഏതാണ്? പുറംപാട്ടുകളും അകംപാട്ടുകളും ഒക്കെ നമ്മൾ കുറെ പഠിച്ചതാണ് കേട്ടോ. വിച്ച് സംഘം ലിറ്റററി വർക്ക് റിഫേഴ്സ് ടു ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ് ഓഫ് ദ പീപ്പിൾ? എന്താ? പുറം സോങ്സ് കേട്ടോ. അടുത്തത് ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ ആരാ? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. അംബേദ്കർ അല്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. തിരിഞ്ഞു പോയില്ലേ കേട്ടോ. അടുത്ത ലോകത്തിലെ ഏറ്റവും പഴയ നിയമ സംഹിതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും പഴയ നിയമ സംഹിതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ് കേട്ടോ. വിച്ച് ഈസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ദ വേൾഡ്, കോഡ് ഓഫ് ഹമ്മുറാബി. അടുത്ത ഇന്ത്യൻ ഭരണഘടനയിൽ പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പരമാധികാരം എന്ന വാക്കിന്റെ അർത്ഥം ബാഹ്യ ഇടപെടലുകളോ സമ്മർദ്ദമോ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു രാജ്യത്തിനുള്ള അധികാരമാണ് പരമാധികാരം അല്ലെങ്കിൽ സോവറിനിറ്റി എന്ന് പറയുന്നത്. സോവറിനിറ്റി ഈസ് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഇന്റർഫറൻസ് ഓർ അല്ലെങ്കിൽ പ്രഷർ കേട്ടോ. ഇന്റർഫറൻസ് ഓർ പ്രഷർ. സോവറിനിറ്റി എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ബാങ്കേഴ്സ് ബാങ്ക്? RBI ആണ്. RBI. അടുത്ത വെൻ വാസ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ്? ഏത് വർഷമാണ് RBI സ്ഥാപിതമായത്? 1935-ലാണ്. വാട്ട് ഈസ് ദ സിസ്റ്റംസ് ഫോർ റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇൻ എ ഫിസിക്കൽ ബുക്ക് ഏതാ കുഞ്ഞുങ്ങളെ? പാസ്ബുക്ക് ആണ് കേട്ടോ. ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന സമ്പ്രദായത്തിനെ പാസ്ബുക്ക് എന്ന് പറയുന്നു. വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ബൈ 2 or more ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിന്റ്ലി? 2 or അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് തുറക്കുന്ന അക്കൗണ്ടിനെ ജോയിന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സംയുക്ത അക്കൗണ്ട് എന്നാണ് പറയുന്നത്. 1964 ഒളിമ്പിക്സ് നടന്ന തലസ്ഥാന നഗരം ഏതാണ്? 1964 ഒളിമ്പിക്സ് നടന്ന തലസ്ഥാന നഗരം ടോക്കിയോ. In which capital city were 1964 Olympics held? Tokyo. What American harbor was attacked by Japan? ഏതാ? പേൾ ഹാർബർ. 80 എണ്ണമായി കേട്ടോ. ഓരോ ചാപ്റ്റർ ബേസ് ആണ്. അടുത്ത സ്പീഡിൽ ഞാനൊന്ന് പറഞ്ഞോ നിങ്ങളെ നോക്കിക്കോട്ടെ. ദ ലോങ്സ്റ്റ് ഹോട്ട് റിസർട്ട് സഹാറ. ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി സഹാറയാണ്. ദ ഹയസ്റ്റ് മൗണ്ടൻ കിളിമഞ്ചാരോ. ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോ ആണ്. വാസ്റ്റ് ഗ്രാസ് ലാൻഡ് സാവന്നയാണ് കേട്ടോ. വിശാലമായ പുൽമേടുകൾ സാവന്ന. ദ റിവർ ബാസിൻ വിത്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോങ്കോ. ഇത് ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ ഏഷ്യ ഉണ്ടല്ലോ. ഓരോ കോണ്ടിനെന്റുകളെ കുറിച്ച് പഠിച്ച ഓർമ്മയുണ്ടോ? നോൺ മെറ്റീരിയൽ കൾച്ചറിനെ കുറിച്ച്
കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ഭൗതികേതര സംസ്കാരവും ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതെല്ലാം നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം നേരത്തെ നമുക്ക് തന്നതാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. വാട്ട് ഈസ് ദ ബുക്ക് ഓഫ് ജവഹർലാൽ നെഹ്റു ദാറ്റ് ഡിസ്ക്രൈബ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ? ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ്. സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് നാം പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ലേണിംഗ് പ്രോസസ് ത്രൂ വിച്ച് വി ലേൺ ടു ബിഹേവ് ആൻഡ് ഇന്ററാക്ട് ഇൻ സൊസൈറ്റി? ഏതാണ് സോഷ്യലിസം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എഴുതാനുള്ളതാണ്. വാട്ട് ഈസ് എ പ്രൊഡക്ഷൻ? അത് നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് എ റിവാർഡ് ഫോർ ലേബർ? അധ്വാനത്തിലുള്ള പ്രതിഫലം. റിവാർഡ് ഫോർ ലേബർ വേജസ് ആണ് കേട്ടോ. അധ്വാനത്തിലുള്ള പ്രതിഫലം എപ്പോഴും കൂലിയാണ്. ട്രേഡ് നമ്മൾ പറഞ്ഞതാണ്. പ്രതിഫലത്തിനായി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ ആണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? റെന്റ് ആണ്. ഭൂമി എന്ന ഉൽപാദന ഘടകത്തിലുള്ള പ്രതിഫലം പാട്ടമാണ്. തിരിഞ്ഞു പോകല്ലേ കേട്ടോ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്? ഏഷ്യയാണ്. പഞ്ചമഹാതടാകങ്ങൾ എന്നാവും നിങ്ങളെ. എന്ന് വെച്ചാൽ 5 കേട്ടോ. മഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്കയാണ് കേട്ടോ. ഗ്രേറ്റ് ലേക്സ് ഇവിടെ നോർത്ത് അമേരിക്കയിലാണ്. സ്ഥലപ്പേര് തിരിഞ്ഞു പോകല്ലേ. നമ്പർ നിങ്ങൾ ഇതിൻ്റെ നോക്കണ്ട കേട്ടോ. നമ്പർ 100 കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ ആ നമ്പർ 101, 102 എന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഏഷ്യ? ഏഷ്യയിലെ ഏറ്റവും വലിയ നീളമേറിയ നദി യാങ്സിയാണ്. വിച്ച് റിവർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രാൻഡ് കാനിയോൺ? ഗ്രാൻഡ് കാനിയോൺ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? കൊളറാഡോ നദി കേട്ടോ. കൊളറാഡോ നദി. പുരാതന നാഗരികതയിലെ ഒന്നായി ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. പിന്നെ മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കും. ഏഷ്യ വേൾഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ്? ആഫ്രിക്കയിലാണ് നൈൽ നദി. നോർത്ത് അമേരിക്കയിലാണ് ഗ്രാൻഡ് കാനിയോൺ. സൗത്ത് അമേരിക്കയിലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ഇത് തിരിച്ചു മറിച്ചു വിട്ടും ചോദിക്കും കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. മെഗാലിത്തിക് മോണുമെന്റ്സുകൾ എന്താണ്? നമ്മൾ കുടക്കല്ല് അല്ലെ, തുപ്പിക്കല്ല്, മുനിയറ മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോണസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. കരിങ്കല്ലും ചെങ്കല്ലും നിർമ്മിച്ച കുടങ്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതാണെന്ന് ഉറപ്പായിട്ടും ചിലപ്പോൾ ചോദിക്കാം. ഇവിടെയൊക്കെ കേരളത്തിലാണെങ്കിൽ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നീ സ്ഥലങ്ങളിലാണ്. തമിഴ്നാടാണെങ്കിൽ ആദിച്ചനല്ലൂർ, കർണാടകയിൽ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിൽ നാഗാർജുന കൊണ്ട എന്നിവിടങ്ങളിലാണ് കേട്ടോ. അടുത്ത ഫാക്ടേഴ്സ് ഓഫ് മെഗാലിത്തിക് ഫങ്ഷൻസ് ഓഫ് മെഗാലിത്തിക് മോണുമെന്റ്സ് അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അത് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ എഴുതിയെടുത്തോണേ കുഞ്ഞുങ്ങളെ. അടുത്ത അയണേജ് ഇരുമ്പ് യുഗം എന്നാൽ എന്താണ്? മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ഇരുമ്പ് ആയുധങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെയാണ് ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. മഹാശിലാ സംസ്കാരം എന്നാൽ എന്താണ് കേട്ടോ? മഹാശില സംസ്കാരം നിങ്ങൾ അങ്ങ് എഴുതിയെടുത്തോണേ. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ കേട്ടോ. ഇംഗ്ലീഷും ഉണ്ട്, മലയാളം ഉണ്ട്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമാണ് സംഘ സാഹിത്യ കൃതികൾ. നോക്കിയേ, സംഘം ലിറ്റററി വർക്കുകൾ ഏതൊക്കെയാ ഒന്ന് നോക്കണേ. സംഘ സാഹിത്യ കൃതികൾ പരീക്ഷയ്ക്ക് വയ്ക്കാം. നറ്റിണൈ, പതിറ്റുപ്പത്ത്, കുറുന്തൊകൈ, അകനാണൂറൊക്കെ കേട്ടോ. എന്താണ് തിരുക്കുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? തിരുക്കുറൽ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ ഇമ്മോർഷൽ ലിറ്റററി വർക്ക് ഇൻ തമിഴ് ലിറ്ററേച്ചർ അല്ലേ. തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് ഈ തിരുക്കുറൽ എന്ന് പറയുന്നത്. തിരുവള്ളുവറാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. അതുകൊണ്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം നിങ്ങളെ. തിരുവള്ളുവറാണ്. എന്നാൽ സിലപ്പതികാരമോ? നമ്മൾ ചിലപ്പതികാരം എന്ന് പറയുന്നത് സിലപ്പതികാരം എന്താണ്? കണ്ണകിയുടെയും കോവലിന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ് അല്ലേ. പിന്നെ മണിമേഖലയെ കുറിച്ചുണ്ട്. അതും ആരെക്കുറിച്ചാണ്? കോവലിന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്നതാണ് മണിമേഖല എന്ന് പറയുന്നത്. സംഘം വർക്ക് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. അകം പാട്ടുകൾ, പുറം പാട്ടുകൾ കേട്ടോ. അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. പിന്നെ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഇൻ ദ വേൾഡ്? ഏഷ്യയാണ്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടൻ? ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ ആണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സിയാണ്. ആഫ്രിക്കയിലെ വിശാലമായ പുൽമേടുകൾ ആഫ്രിക്കയിലെയാണ് സാവന്നയാണ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ ഏതാ? പ്രയറീസ് ആണ്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. പുരാതന നാഗരികതകളിൽ ഒന്നായി ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്ത ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ഇതിന്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. വിച്ച് കോണ്ടിനെന്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ദ വേൾഡ്? ഏഷ്യയാണ്. ഗ്രേറ്റ് ലേക്ക് അല്ലേ, നോർത്ത് അമേരിക്കയാണ്. അത് കേൾക്കുമ്പോഴേ അറിയാം. അത് ഗ്രാൻഡ് കാനിയോൺ എന്ന് കേൾക്കുമ്പോഴേ ഏതാണ്? കൊളറാഡോ നദിയാണ്. പിന്നെ ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ മെഗാലിത്തിക് മോണുമെന്റ്സ് വെർ ബിൽറ്റ് ഈസ് ആൾസോ നോൺ ആസ് അയണേജ് ആട്ടോ. മെഗാലിത്തിക് ഏജ്.
കേട്ടോ. തൃപ്പടിദാനത്തെക്കുറിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. തൃപ്പടിദാനം എന്ന ആചാരം നടത്തിയ ഭരണാധികാരി ആരാണെന്ന്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നിങ്ങൾ കേട്ടോ. ഒരു മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതിക്കോണേ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആന്ധ്രാപ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മഹാശിലാ കേന്ദ്രം ഏതാണ്? നാഗാർജുന കൊണ്ടയാണ്. പെരുമാൾ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന വ്യാപാര സംഘങ്ങൾ ഒന്നാണ് ഏതാ? മണിഗ്രാമം. മരുമക്കത്തായം എന്താന്നൊക്കെ ഒന്ന് പഠിച്ച് നിങ്ങൾ ഇതിനകത്തിൽ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. നോട്ട് ഇതിനകത്തിൽ ഓൾറെഡി എല്ലാം ഉണ്ട്. ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടി ചുരുക്കി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നോട്ട് നിങ്ങൾ എഴുതിയെടുത്തോണം. പെരുമാൾ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന സ്വരൂപങ്ങളാണ് ഈ മരുമക്കത്തായം എന്ന് പറയുന്നത് കേട്ടോ. മരുമക്കത്തായം. തമിഴകത്തെ പ്രധാനപ്പെട്ട 3 ഭരണശക്തികളാണ് ചേരന്മാർ, ചോളാസ്. മുമ്പ് നമ്മളത് പറഞ്ഞതാണ് കേട്ടോ. അതിന്റെ ക്യാപിറ്റലുകളും കേട്ടോ. അടുത്ത സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ഓസ്ട്രേലിയയാണ് കുഞ്ഞുങ്ങളെ. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ചോദിക്കുകയെ അന്റാർട്ടിക്കയാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കുന്ന ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. തെക്കേ അമേരിക്കയിൽ എന്താ? ലങ്സ് ഓഫ് ദ എർത്ത്. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത്? ഏത് ഭൂഖണ്ഡത്തിൽ നിന്നാണ് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചത്? യൂറോപ്പാണ് കേട്ടോ. യൂറോപ്പ്. ഓക്കെ, അടുത്തത് വട്ട് ഈസ് ദ പ്രൈമറി സെക്ടർ ആൾസോ ആണ്. പ്രൈമറി സെക്ടർ എന്ന് കേൾക്കുമ്പോഴേ അഗ്രികൾച്ചർ സെക്ടർ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ് വേജസിനെ കുറിച്ചും ഇതൊക്കെ നമ്മൾ പ്രൊഡക്ഷന് ഉൽപാദനത്തെക്കുറിച്ച് കണ്ടോ. ഇതൊക്കെ വൺ വേഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിതെല്ലാം നേരത്തെ ഒന്ന് പറഞ്ഞതുകൊണ്ട് പോവാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? കൺസ്യൂമർ എന്നാൽ എന്താണ്? മൂലധനം, പലിശയെക്കുറിച്ച്. അഗ്രികൾച്ചർ സെക്ടർ എന്നാൽ എന്താണ്? അർത്ഥശാസ്ത്ര. ആരുടെ കുഞ്ഞുങ്ങളെ? കൗടില്യൻ്റെ ആണ് അർത്ഥശാസ്ത്ര കേട്ടോ. കൗടില്യയുടെ അർത്ഥശാസ്ത്ര 70. അടുത്തത് ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേര് മാദേവി. ഓർമ്മയുണ്ടോ ആ പാഠമൊക്കെ നമ്മൾ പഠിച്ചത് കേട്ടോ. അതിനകത്തിലെ ഏഷ്യ കൊണ്ട് ഇതൊക്കെ ഒന്ന് പഠിച്ച. യൂറോപ്പിലെ ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വത ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറൽ പർവ്വത നിരയാണ്. യൂറൽ കേട്ടോ. പിന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഹിമാലയത്തിലാണ്. ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി യാങ്സിയാണ്. വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ടത് മരുഭൂമിയാണ്. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങൾ സമതലങ്ങളാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നതും താരതമ്യേന നിരപ്പായ ഉപരിതലത്തോടു കൂടിയതുമായ പീഠഭൂമികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യൻ മേഘാലയയിലുള്ള മിസിൻഡ്രാമാണ്, മൗസിൻഡ്രാമാണ്. അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം അറേബ്യൻ മരുഭൂമിയാണ്. അതിശൈത്യം അനുഭവപ്പെടുന്നത് ഏഷ്യയിലെ സൈബീരിയയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. വലിപ്പത്തിൽ 2ാം സ്ഥാനം ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈലാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി സഹാറയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം കിളിമഞ്ചാരോയാണ്. ഉഷ്ണമഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലം കോങ്കോ നദിയാണ്. വിശാലമായ പുൽമേടുകൾ സാവന്നയാണ്. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകൾ പ്രയറീസ് ആണ്. ഏഷ്യയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആഫ്രിക്കയിൽ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിൽ. അതൊന്ന് പഠിച്ചു വെച്ചേ കുഞ്ഞുങ്ങളെ. ഓരോന്നും ഇവിടെയൊക്കെ ഉള്ളതാണെന്ന് കേട്ടോ. അടുത്ത വടക്കേ അമേരിക്കയിലെ ഓരോ സ്ഥലത്തെയും പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ജന്തുജാലങ്ങൾ, പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നതിനെ നമ്മൾ എസ്കിമോസുകൾ എന്ന് പറയും. എക്സിമോകൾ. പല്ലിപ്പ് ഊരിപ്പോയി. ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിര ആൻഡീസ് ആണ്. ഏറ്റവും വലിയ നദി ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമി അറ്റക്കാമയാണ് കേട്ടോ. അറ്റക്കാമ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പദ്ധതി പാൻറ്റനൽ ആണ് കേട്ടോ. പ്രദേശം പാൻറ്റനൽ. എഴുതിയിട്ടിട്ടുണ്ട്, വായിക്കുന്നത് കിട്ടുന്നില്ലേ. തെക്കേ അമേരിക്കയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്കയാണ് കേട്ടോ. അന്റാർട്ടിക്കയെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും പർവ്വതനിരയാണ് ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വതനിര. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണ്. വർഷം മുഴുവനും മഞ്ഞ് മൂടിക്കിടക്കുന്ന ശീത മരുഭൂമി അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കണം. മനുഷ്യവാസം തീരെയില്ലാത്തത് അന്റാർട്ടിക്കയാണ്. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പിയാണ്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഫിജോയിഡുകൾ. യൂറോപ്പിലെ സസ്യങ്ങൾ എന്താണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതൻസും റോമുമാണ്. കങ്കാരുവിനെ കാണപ്പെടുന്ന ഓസ്ട്രേലിയയാണ്. ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വതനിര ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ചാണ്. ഓസ്ട്രേലിയയിലെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്? ഓസ്ട്രേലിയ മരുഭൂമി, ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയിലെ പവിഴപ്പുറ്റുകൾ കേട്ടോ. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായത് ഗ്രേറ്റ് ബാരിയൻ റീഫാണ്. ഓസ്ട്രേലിയയിലെ ഭൂഖണ്ഡത്തിലെ ഫലപുഷ്ടമായ കാർഷിക മേഖല മുറേ ഡാർലിംഗ് നദീതടം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതിന് ഓസ്ട്രേലിയയാണ്. വാസ്കോഡഗാമ ഏത് ഭൂഖണ്ഡം? യൂറോപ്പ്. അപ്പം ഈ ചാപ്റ്റർ ഞാനിപ്പോൾ ഈ സ്പീഡിൽ വായിച്ചു പോയത് നമ്മൾ ചാപ്റ്റർ ബേസ് എല്ലാ ക്വസ്റ്റ്യൻസറും എടുത്താവും നിങ്ങൾ കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ ഫുൾ അല്ലേ എല്ലാ 1 മുതൽ 12 വരെയുള്ള ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടുകൾ കേട്ടോ. നോക്കി ഞാൻ എന്ത് വേണ്ടി എഴുതി കേട്ടോ.
അത് ഒരു സൈഡിൽ എഴുതാൻ പറ്റത്തുള്ളൂ നിങ്ങളെ, കാരണം ഇപ്പുറത്തെ സൈഡിൽ എഴുതുമ്പോൾ എന്താണെന്നറിയോ, അതങ്ങ് ഫോണിൽ കാണിക്കുമ്പോൾ പടർന്നു പോകുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെ ഓരോ സൈഡ് വെച്ചൊക്കെ കണ്ടോ എന്തും വേണ്ടി പേപ്പറുകളാണ് നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ചിലവാക്കുന്നതെന്നറിയോ. എന്തും വേണ്ടി കെട്ടുകണക്കിന് പേപ്പറാണ് വേണ്ട നിങ്ങൾക്കൊക്കെ സോഷ്യലിലൊക്കെ ഞാൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി പഠിക്കുക എന്നുള്ളതാണ്. ഇത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല മാർഗ്ഗം മേടിച്ചിട്ട് എനിക്ക് കമൻറ്റ് പറയണം എത്ര മാർഗ്ഗം ഉണ്ടത് കേട്ടോ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. നമുക്കിനി അടുത്തത് കാണാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.